ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് 9 പേർക്കുമെതിരെ വംശഹത്യ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവ ചുമത്തി ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അന്വേഷണം ആരംഭിച്ചു. രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥി ആരിഫ് അഹമ്മദ് സിയാമിന്റെ പിതാവ് കബീറിന്റെ ഹർജിയിലാണ് നടപടി. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ പ്രക്ഷോഭകർക്ക് നേരെ നടത്തിയ കൊലപാതകങ്ങളിലും മറ്റു കുറ്റകൃത്യങ്ങളിലും ഹസീനയ്ക്കും കൂട്ടാളികൾക്കും പങ്കുണ്ടെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. പ്രക്ഷോഭത്തിനിടെ നടന്ന കൊലപാതകങ്ങൾക്കും നിർബന്ധിത നിരോധനത്തിനും വെവ്വേറെ കേസുകൾ ഫയൽ ചെയ്തു. 3 ആഴ്ചയ്ക്കിടെ നടന്ന അക്രമത്തിൽ 560 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഷെയ്ഖ് ഹസീന അവാമി ലീഗ് ജനറൽ സെക്രട്ടറിയും മുൻ ഗതാഗത മന്ത്രി ഉബൈദുൾ ബദർ, മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാൽ, പാർട്ടിയിലെ മറ്റ് പ്രമുഖർ എന്നിവർക്കെതിരെയാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിന്റെ അന്വേഷണം ആരംഭിച്ചത്. ഇവർ വിദ്യാർത്ഥി സമരം അക്രമാസക്തമായ രീതിയിൽ അടിച്ചമർത്തുകയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തതായി കബീറിന്റെ ഹർജിയിൽ ആരോപിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരക്കുട്ടികൾക്കും ബന്ധുക്കൾക്കും സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധത്തെ തുടർന്ന് ഓഗസ്റ്റ് ആദ്യവാരം ഹസീന സർക്കാർ നിലം പതിച്ചിരുന്നു. ഹസീന രാജിവെച്ച് നാടുവിട്ടതോടെ അധികാരത്തിലേറിയ നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഭരണപരവും രാഷ്ട്രീയപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അതിനിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നിൽ തങ്ങളാണെന്ന ആരോപണം നിഷേധിച്ച അമേരിക്കയും രംഗത്തെത്തി. ആരോപണം ചിരിപടർത്തുന്നതും തെറ്റാണെന്നും US വിശേഷിപ്പിച്ചു. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്നും അമേരിക്ക തിങ്കളാഴ്ച പറഞ്ഞു. സർക്കാർ ജോലികളിലെ വിവാദമായ ക്വാട്ട സമ്പ്രദായത്തിന്റെ തന്റെ സർക്കാരിനെതിരെയുണ്ടായ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടിരുന്നു. തുടർന്ന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അമേരിക്ക സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധങ്ങൾ തന്നെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചെന്ന് ഹസീന ആരോപിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നുള്ള ഏതൊരു വാർത്തയും തീർത്തും തെറ്റാണ്. സമീപാഴ്ചകളിൽ ധാരാളം തെറ്റായ വിവരങ്ങൾ വന്നിരുന്നു. ദക്ഷിണേന്ത്യയിലെ തങ്ങളുടെ പങ്കാളികളുടേതടക്കമുള്ള വിവരങ്ങളുടെ സമഗ്രത ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിലുടനീളം ശക്തിപ്പെടുത്തുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ ഇങ്ങനെയാണ് പറഞ്ഞത്. രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അനുനായികളും പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികളും വീണ്ടും ഏറ്റുമുട്ടുകയും ചെയ്തു. ഓഗസ്റ്റ് 15-ന് ഷെയ്ഖ് ഹസീനയുടെ പിതാവും പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിന്റെ വാർഷികമായിരുന്നു. ഹസീന അനുകൂലർക്കും അവാമി ലീഗ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർക്കും വീണ്ടും ഒത്തുചേരാൻ മുജീബ് റഹ്മാന്റെ വാർഷികാഘോഷം കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകർ ഇന്ന് തെരുവ് കൈയടക്കിയത്. ഹസീന അനുകൂലർക്ക് വീണ്ടും സംഘടിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ലക്ഷ്യവും. ഹസീന അധികാരത്തിലെത്തിയിരിക്കവെയാണ് ഓഗസ്റ്റ് 15 ദേശീയാവധിയായി പ്രഖ്യാപിച്ചത്. സൈനിക അട്ടിമറിക്കിടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ദുഃഖാചരണത്തിന്റെ പേരിൽ അരാജകത്വം സൃഷ്ടിക്കാൻ അവാമി ലീഗ് ശ്രമിക്കുന്നുവെന്ന് പ്രമുഖ വിദ്യാർത്ഥി നേതാവ് സർജിസ് ആലം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഏത് രീതിയിലുള്ള ശക്തിപ്രകടനവും തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവിലിറങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മുളവടിയുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി മാർച്ച് നടത്തി. ഹസീനയുടെ പിതാവും ബന്ധുക്കളും വെടിയേറ്റു മരിച്ച തറവാട്ടിലേക്കും വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.